ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കും. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി കാപ്പി കുടിക്കുക. ഇനി ബാക്കി ഞങ്ങളുടെ ഒരു ഈവനിങ് റുട്ടീനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സാധാരണ ഇവിടെ ഈവനിങ് കാപ്പി വയ്ക്കുന്നത് മേരിമോളാണ് കേട്ടോ. കാപ്പിയോ ചായയോ പാൽച്ചായയോ പാൽക്കാപ്പിയോ എന്താണെങ്കിലും മോളാണ് വെക്കുന്നത്. ഇന്നിപ്പോ താഴെ അവള് ചായക്കുള്ള എന്തെങ്കിലും കഴിക്കാനായിട്ട് മേടിക്കാൻ പോയി. അപ്പൊ ഞാൻ കാപ്പി ഉണ്ടാക്കാൻ വിചാരിച്ചു. രാവിലെ ഞങ്ങൾക്ക് പാൽച്ചായയോ പാൽക്കാപ്പിയോ അല്ലെങ്കിൽ പാലോ ഒരു കുടിക്കും. പക്ഷെ ഉച്ച തിരിഞ്ഞ് കട്ടൻ കാപ്പി, അതാണ് നമ്മളുടെ ഒരു രീതി. അങ്ങനെയാണ് കേട്ടോ. കട്ടൻ കാപ്പി കുടിക്കാനാണ് ഉച്ച തിരിഞ്ഞ് ഇഷ്ടം. അപ്പൊ അത് ഇത്തിരി മധുരത്തിൽ തന്നെ കുടിക്കും. പിന്നെ ചായക്ക് കഴിക്കാനായിട്ട് ഇവിടെ താഴെ നമുക്ക് സൺ ബേക്കറി എന്നൊരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പലഹാരങ്ങളും കിട്ടും. പഴംപൊരി, ഉഴുന്നുവട, പരിപ്പ് വട, ബോണ്ട, പിന്നെ ഇല അട, കോഴിക്കട്ട, എല്ലാ നമ്മുടെ 4 മണി പലഹാരങ്ങളും അവിടെ കിട്ടും. അപ്പൊ ചിലപ്പോൾ ഞാൻ 4 മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടാവും. ഇല്ലെങ്കിൽ താഴെ പോയി അവർ മേടിച്ചു കൊണ്ടുവരും. അപ്പൊ മേരിമോൾ അത് മേടിക്കാൻ പോയിക്കാണ്. പോയി വരുമ്പോഴേക്കും കാപ്പി റെഡിയാക്കി വെക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാപ്പി കുടിക്കുന്ന വിശേഷങ്ങളിലേക്ക് പോവാം. ഞങ്ങള് കാപ്പി കുടിക്കാനിരുന്നു. കാപ്പി നല്ല ചൂടുണ്ട്, ചൂടാറണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ 4 മണി പലഹാരങ്ങൾ. പഴംപൊരി ഉണ്ട്, സമോസയുണ്ട്. ഇവിടത്തെ 1.5 ദിറംസാണ് ഇതിന്റെ വില. നാട്ടിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു 30 രൂപ അതിന് മീതെ വരും ഒരു പഴംപൊരിക്ക്. അങ്ങനെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്തൊരു പൈസയാണ്. പൈസ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ രൂപ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 1.50 എന്ന് പറയുമ്പോൾ അത്രയും തോന്നില്ല. പിന്നെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മേടിക്കുള്ളൂ. എപ്പോഴും ഇതിലുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മേടിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ നാട്ടില് നമുക്ക് സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 5 മണി 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനാണ് നമ്മുടെ നാട്ടിലെല്ലാവരും സീരിയലുമായി പിടിക്കുന്നത്. ഒരു 6:30 തൊട്ട് സീരിയൽ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 10 മണി വരെ സമയം പെട്ടേന്ന് വെച്ച് പോകും. പക്ഷെ ഇവിടെ രാവിലെ മക്കൾക്ക് ട്യൂഷൻ ഉണ്ടാവും. പിന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കൽ, ഉച്ചയ്ക്ക് കഴിക്കൽ, പിന്നെ അവര് കളികള്, ഇപ്പം മോള് വല്ല പെയിന്റ് ചെയ്യുകയാണെങ്കിൽ പെയിന്റ് ചെയ്യും, മോൻ കളിക്കുകയാണെങ്കിൽ കളിക്കും. അതൊക്കെ ഈ ഉച്ച തിരിയുന്ന സമയം വരെ ഉള്ളൂ. അപ്പൊ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് അത്രയും അലങ്കോലമായിരിക്കും. എല്ലാം ചെതറിപ്പതറി ഇട്ടിട്ടുണ്ടായിരിക്കും, ബുക്കുകള് ഒക്കെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ചായ കുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടിച്ചുവാരല്, ഒതുക്കല്, കുടിക്കല്, പിന്നെ കളിയൊന്നുമില്ല. പിന്നെ വീട് അപ്പോൾ വരുമ്പോഴേക്കും നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കണം. അപ്പൊ ഞങ്ങള് ബിസി ആവുന്നത് ഈവനിങ്ങിലാണ്. അപ്പൊ ഇനി നമുക്കിനി TV കാണാനും സീരിയൽ കാണാനുള്ള സമയമൊന്നുമില്ല. ഞാൻ പൊതുവേ സീരിയൽ കാണാറില്ല. എന്തെങ്കിലും പ്രോഗ്രാം കാണുകയാണെങ്കിൽ തന്നെ ഈ കാലത്ത് തൊട്ട് ഉച്ച വരെയുള്ള സമയങ്ങളിലൊക്കെയാണ് കാണുള്ളൂ. ഇനി ഇവിടെ അങ്ങോട്ട് ബിസിയാണ് നമ്മൾ. ഇനി സമയം നമുക്ക് പെട്ടെന്ന് പോകും. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ അടുത്ത പരിപാടികളിലേക്ക് കിടക്കാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടിച്ചുവാരൽ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഇനി ഈവനിങ് ആയിക്കഴിഞ്ഞാൽ പടപടയുന്ന സമയം പോകും, പെട്ടെന്ന് സമയം പോകും. അപ്പോൾ മോന് രാവിലെ ട്യൂഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവനിപ്പോഴാണ് ട്യൂഷൻ. അപ്പോൾ ഇനി അടിച്ചുവാരലാണ്. ഞാൻ നമ്മുടെ നാട്ടിൽ സാധാരണ ഈ ചൂലാട്ടോ ഉപയോഗിക്കുക. ഇവിടെ അപ്പയും മോൾ അടിച്ചുവാരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രഷ് പോലത്തെ ചൂല് വെച്ച് അടിച്ചുവാരും. എനിക്ക് ഈ ചൂല് കൊണ്ട് അടിച്ചുവാരാൻ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തൊട്ട് ഈ വരെയുള്ള സമയം കൊണ്ട് നമ്മുടെ വീട് പരമാവധി അലങ്കോലമായിരിക്കും. അപ്പോൾ ഇനി അടിച്ചു വാരാന്ന് പറയണമെങ്കിൽ നില അടിച്ചു വാരൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും എനിക്ക് അടക്കി പെറുക്കി അതിൻ്റെതായ വൃത്തിയിൽ വെച്ച് അടിച്ചു വാരിയാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ അടിച്ചു വാരൽ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ ഇനി അടിച്ചു വാരി വൃത്തിയാക്കി അതിനുശേഷം എനിക്ക് എണ്ണ തേക്കണം, പിന്നെ തുടയ്ക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അടിച്ചു വാരൽ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പം എനിക്ക് സമയം എടുക്കും അടിച്ചു വാരാനായിട്ട്. അപ്പം ഞാൻ അടിച്ചു വാരി കഴിഞ്ഞിട്ടുള്ള ബാക്കി പണി കാണാം കേട്ടോ.
തലയിൽ എണ്ണ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തലയിലാണ് ഞാൻ ആദ്യം എണ്ണ തേക്കുക. എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുഖം നല്ല വൃത്തിയായിട്ട് പോയി കഴുകും. കാരണം അല്ലെങ്കിൽ തലയിലത്തെ എണ്ണയുടെ മെഴുക്കൊക്കെ നമ്മുടെ മുഖത്തായിട്ടുണ്ടെങ്കിൽ അത് പോകണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മുഖം കഴുകണം കേട്ടോ. ഇതാണ് എൻ്റെ യഥാർത്ഥ ഫേസ്. അപ്പോൾ എനിക്കൊരു സ്കിൻ റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയിലാണ്. ചെറുപ്പത്തിലൊക്കെ ഞാൻ മഞ്ഞളും കസ്തൂരി മഞ്ഞൾ, പിന്നെന്താ രക്തചന്ദനം, ചന്ദനം, കയ്യിൽ കിട്ടാവുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ മുഖത്ത് തേക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റെ. പിന്നെ നമ്മൾ നഴ്സിംഗ് സ്കൂളിലേക്ക് പോയപ്പോൾ നമ്മളൊരു ഹോസ്റ്റൽ ലൈഫ് ആരംഭിച്ചല്ലോ. അപ്പോൾ അവിടെ നമുക്ക് മഞ്ഞളും കസ്തൂരി മഞ്ഞളും ഇടുക ഇതൊന്നും പ്രായോഗികമായ കാര്യങ്ങളല്ലായിരുന്നു. അന്നേരമാണ് എനിക്ക് എൻ്റെ ഒരു കസിൻ ഹോളി ലാൻഡ് പോയപ്പോൾ ഒലിവ് ഓയിൽ കൊണ്ടുവന്ന് തന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒലിവ് ഓയിൽ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഒലിവ് ഓയിൽ മുഖത്ത് പറ്റാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ബോട്ടിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് മുഖത്ത് ഉപയോഗിക്കാം. അങ്ങനെ അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പലർക്കും ഒലിവ് ഓയിൽ ചിലർക്ക് പറ്റില്ല എന്ന്. അപ്പോൾ ഞാനെന്തായാലും കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കി. പക്ഷേ എനിക്കത് വളരെ നല്ലതായിട്ട് എൻ്റെ സ്കിന്നിന് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഒരു 18 വയസ്സ് മുതൽ ഞാൻ എൻ്റെ സ്കിൻ റുട്ടീൻ എന്ന് പറഞ്ഞാൽ വേറൊന്നും വല്ലപ്പോഴൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പാർലറിൽ പോയിട്ട് ഒരു 3 വർഷത്തിന് മേലെയായിട്ടെന്ന് തോന്നുന്നു. വല്ലപ്പോഴൊക്കെ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ കുറേ നാളായി പോയിട്ട്. എന്നിരുന്നാലും എൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിലാണ്. പിന്നെ നമ്മൾ നഴ്സിംഗ് പഠിക്കുമ്പോൾ ഞാനത് ഉപയോഗിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞു നമ്മൾ വിദേശത്തേക്കൊക്കെ വന്നപ്പോൾ പിന്നെ ഒലിവ് ഓയിൽ നമുക്ക് സുപരിചിതമായി. നമ്മുടെ ഡെയിലി സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ കാണുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കത് മേടിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഒലിവ് ഓയിൽ എൻ്റെ സ്കിന്നിന് ഒത്തിരി ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മോളുടെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട് ഒലിവ് ഓയിൽ ഉപയോഗിക്കാൻ. പക്ഷേ മോള് ഒലിവ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ അതിന് അവളുടെ സ്കിന്നിന് അത്ര സ്യൂട്ടായിട്ട് അത് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അത് മാച്ച് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴായാലും ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോഴായാലും അത് റെഗുലറായിട്ട് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിസൾട്ട്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ നന്നായി സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ നന്നായി ചെയ്തിരുന്ന ഒരാളായിരുന്നു. പിന്നെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ ജോലിക്ക് പോകുമ്പോഴൊന്നും നമുക്കതിനെ റുട്ടീനായിട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന എല്ലാ അവസ്ഥകളിലും ഞാൻ അങ്ങനെ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്താണെങ്കിൽ ഓരോ ദിവസം ഇടവിട്ടാണ് എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ തലയിൽ ഹെയർ കെയർ തലയിൽ കണ്ടില്ല ആ എണ്ണ തേക്കും നന്നായിട്ട്. പിന്നെ ഞാൻ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ ഒലിവ് ഓയിൽ നന്നായി പറ്റും. പിന്നെ കയ്യിലെ നഖം വെട്ടുക. പിന്നെ ഈ ഓരോ ദിവസം ഇടവിട്ടാണ് കാലിൻ്റെ നഖമൊക്കെ ബ്രഷ് ചെയ്ത് കഴുകി വൃത്തിയാക്കുക. അപ്പോൾ ഇന്ന് അത്രയും നന്നായിട്ടുള്ള കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എണ്ണ തേപ്പൊന്നുമില്ല, സാധാരണ ഒരു റുട്ടീനായിട്ടുള്ളൊരു ബാത്ത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ ദിവസം ഇടവിട്ട് ഞാൻ നന്നായി ശ്രദ്ധിച്ച് തന്നെയാണ് എൻ്റെ സ്കിന്നും ഹെയറൊക്കെ നന്നായി ശ്രദ്ധിച്ച് തന്നെ ചെയ്യും കേട്ടോ. പിന്നെ ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ റെഡ് കളറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് നാട്ടിലൊക്കെ ചെല്ലുന്നത് എന്താ ബ്ലഷ് ഇട്ടേക്കാണെന്ന് ചോദിക്കും. ബ്ലഷ് ഇടാറുണ്ട് ഞാൻ. അത് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് കേട്ടോ, അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. എനിക്കതല്ലാതെ കൂടുതൽ മേക്കപ്പിൻ്റെ വശങ്ങൾ പോലും എനിക്കറിയില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീൻ നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ നോമ്പ് സമയത്ത് നമുക്ക് ഉച്ച സമയത്താണ് ജോലി തുടങ്ങുന്നത്. അങ്ങനെ പോയപ്പോൾ വെയിലിൻ്റെ സൂര്യാഘാതം എന്ന് പറയില്ല, അതുപോലെ ഉണ്ടായതാണ് ഈ ഒരു 2 വശത്തുള്ള റെഡ്നെസ്. ഇവിടെ എനിക്ക് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ സ്കിന്നിൽ പാക്ക് ഇടുമ്പോഴോ അങ്ങനെയൊക്കെ ഇടുമ്പോൾ എനിക്കിവിടെ ഭയങ്കര നീറ്റായി ഈ ഒരു വശം എനിക്കൊന്നും ടച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണത്. ക്രീമൊക്കെ ഉപയോഗിക്കാം അങ്ങനെ. അപ്പം ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല. പിന്നീട് എനിക്ക് മുഖത്ത് നിറച്ച് കുരുകൾ വന്നൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ നാട്ടിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അഡ്വൈസ് ചെയ്ത ആ ഒരു ട്യൂബ് സൺസ്ക്രീൻ തീരുന്ന വരെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നീടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡേ ക്രീമുകൾ ഉണ്ടാവുമല്ലോ, അതിലൊരു SPF 15 അങ്ങനെയൊക്കെയുള്ള സൺസ്ക്രീനാണ് ഞാൻ ഉപയോഗിക്കാറ്. സാധാരണ ഇപ്പോൾ ഇവിടത്തെയും നാട്ടിലത്തെയും ചൂടിന് ഒരു SPF 50 വരെയുള്ള സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ സൺസ്ക്രീൻ
ആദ്യം മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ, പിന്നെ അങ്ങനെ കൂടുതൽ സെറ്റാക്കും തോറും എൻ്റെ മുഖത്ത് എൻ്റെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ പോലെ എനിക്ക് തോന്നും. അതുകൊണ്ട് എനിക്കങ്ങനെ കൂടുതൽ പ്രൊഡക്ട്സ് ഒന്നും സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് ഇഷ്ടമുള്ള ആളല്ല ഞാൻ. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള ഒരു സ്കിൻ റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാനതിൽ ഒഴിവാക്കാത്ത കാര്യമാണ് ഒലിവ് ഓയിൽ. പക്ഷെ അതെല്ലാവർക്കും ശരിയാവുന്നില്ല. അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ ഞാൻ ഓയിലിൻ്റെ വശത്തോട് കിടക്കുള്ളൂ. കാരണം ഓയിൽ പറ്റി കഴിഞ്ഞിട്ട് അടിച്ചു വരാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്തോ അകത്ത് ഉള്ള പൊടികൾ മുഴുവൻ എൻ്റെ മുഖത്ത് ഒട്ടിപ്പിടിക്കുന്നുള്ള പോലെ എനിക്ക് തോന്നും. എൻ്റെ തോന്നലായിരിക്കും. കാരണം നമ്മൾ ഓയിലായിട്ടിരിക്കില്ല. ഞാനാണെങ്കിൽ ഓയിൽ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, പൊരിച്ചെടുക്കാന്ന് പറയുന്ന പോലെ ഞാൻ ഓയിൽ പറ്റും. അത്ര ഓയിൽ പറ്റി ഞാൻ നന്നായി സ്കിൻ മസാജ് ചെയ്യും. ഇതാണ് മെയിനായിട്ടുള്ള എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ പറഞ്ഞില്ല, കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യമാണത്. നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഗുണമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഡെയിലി ബേസിൽ ഈ ഒരു ഒന്നരാടം ഈ ഒരു ഒലിവ് ഓയിൽ തേച്ച് കുളിക്കുക എന്നല്ലാതെ ഇനി കുളി കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ പറ്റുക അങ്ങനത്തെ ഒരു പരിപാടിയും ഞാൻ ചെയ്യില്ല. ഇപ്പം നിങ്ങൾ എന്നെ സാധാരണ കുക്കിംഗ് വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാനൊരു പറ്റിയെങ്കിൽ ഒരു ലിപ് ബാം ഇടും. ചിലപ്പോൾ അത് ഇട്ടിട്ടുണ്ടാവില്ല. എൻ്റെ ഒറിജിനൽ ഫേസ് എങ്ങനെയാണോ അത് തന്നെയാണ് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നത്. പിന്നെ പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ഞാനൊരു മോയ്സ്ചറൈസറോ ഒന്ന് കണ്ണൊക്കെ എഴുതി അങ്ങനെ നിങ്ങൾ കാണുന്നത്. അതല്ലാതെ എന്നെ കാണുന്നതൊക്കെ മുടി മാത്രം ഞാൻ ഒരു ക്ലിപ്പിട്ട് കെട്ടും. ബാക്കി എൻ്റെ ഫേസ് എങ്ങനെയാണോ അത് തന്നെയാണ് കേട്ടോ. കൂടുതലും ചെറുപ്പത്തിലൊക്കെ നന്നായി ക്രീമൊക്കെ ഇട്ട് പൗഡറൊക്കെ നന്നായി ഇടുമായിരുന്നു ഞാൻ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ബോയ്സൊക്കെ ആണെങ്കിലും പള്ളിയിൽ ചെല്ലുമ്പോൾ അവർ എന്ത് പാടിയത് കണ്ണടിച്ച് പോകണ്ടല്ലോ എന്ന് പറയും. കാരണം അത്ര പൗഡർ ഇട്ട് ഞാൻ സെറ്റായിട്ടാണ് പോവാറ്. ഓരോ പ്രായത്തിൻ്റെ അല്ലേ. പിന്നെ എനിക്ക് പൗഡറിനോട് അങ്ങനെ ഇഷ്ടമില്ല. ഞാൻ ക്രീം മാത്രമേ പറ്റുള്ളൂ മുഖത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു നിസ്സാര കാര്യമാണെങ്കിലും നമ്മളത് റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും പറ്റുന്ന കാര്യം, എനിക്ക് പറ്റുന്ന കാര്യം മറ്റൊരാൾക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുങ്കുമാതി തൈലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാനതൊരിക്കൽ മേടിച്ചു, പക്ഷെ ഉപയോഗിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന കാര്യം ചെയ്യുക. പിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു മനസ്സുണ്ടാവണം. ഏറ്റവും പ്രധാനമാണ് സമയം ഉണ്ടാവണം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെന്തായാലും നമ്മളുടെ വീട് അടിച്ചു വാരി തുടയ്ക്കുന്ന ഒരു സമയം ഉണ്ടാവില്ലേ, ആ സമയത്തിന് മുന്നേ ഇങ്ങനെയുള്ള കാര്യം ചെയ്തിട്ട് അടിച്ചു വാരി തുടയ്ക്കുക. എങ്ങനെ പോയാലും നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് സമയം ഇത് അബ്സോർബ് ആവാനായിട്ട് സമയം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കായാലും സ്കിൻ കെയറിനോട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഇതിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ട. ഇങ്ങനെ ചെയ്യുക, നമ്മളുടെ പണികൾ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഉച്ചതിരിഞ്ഞ് കിച്ചണിൽ പാത്രങ്ങൾ കഴുകാനുണ്ട്, കിച്ചൺ ക്ലീൻ ആക്കാനുണ്ട്, അടിച്ചു വരാനുണ്ട്. ഇതൊക്കെ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു റുട്ടീനായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്താം. നമ്മളുടെ ഇതുപോലുള്ള എണ്ണകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്, അത് അബ്സോർബ് ആവാൻ എളുപ്പമാണ്. നമ്മൾ ഈ മഞ്ഞൾ അരയ്ക്കുക, ചന്ദനം അരയ്ക്കുക എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് അതിന് വേണ്ടി അത് അരയ്ക്കാനും പിടിക്കാനുള്ളൊരു സമയം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ബാക്കിയുള്ള റുട്ടീനായിട്ടുള്ള അടിച്ചു വാരലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ പോയാലും ഒരു 15 മിനിറ്റ്സ് സമയം കിട്ടും അത് ചെയ്യാം. പ്രത്യേകിച്ച് തണുപ്പ് രാജ്യങ്ങളിലുള്ളവരൊക്കെ ഇത് സ്കിൻ കെയർ നിർബന്ധമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് സ്കിൻ കെയറിൽ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. അതല്ലാതെ അതിൻ്റെ വശത്തിൽ ഞാനും യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കാണുന്നതല്ലാതെ എനിക്കതിൻ്റെ കൂടുതൽ ആധികാരികമായി പറയാനൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അത് ഉപയോഗിക്കുന്ന ഒരാളല്ല, അതുകൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ ചുണ്ടിലും കണ്ണിനകത്തേക്ക് പോകാൻ നോക്കണം. ചുണ്ടിലും മുഖത്തും ചെവിയിലും കഴുത്തിലും. പിന്നെ ഈ എണ്ണ തേച്ച് കുളിക്കുന്നൊരു ദിവസം ഞാൻ നമ്മളുടെ സ്റ്റഡാണെങ്കിലും ഇയർ സ്റ്റഡാണെങ്കിലും മോതിരം വളമാല ഇതെല്ലാം ഊരി വെച്ച് എനിക്ക് അത്രയും നന്നായി തന്നെ മേലൊക്കെ എണ്ണ തേച്ച് ഞാൻ പരമാവധി ഞാനിങ്ങനെ മസാജ് ചെയ്യും. അങ്ങനെ ഞാൻ കുളിക്കുക. ഇതൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കര ഫ്രഷ്നെസ് ആയിരിക്കും നമ്മുടെ ഫേസിനും നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനും. എന്തോ ഒരു അഴുക്കിൻ്റെ ഒരു ലെയർ അങ്ങോട്ട് പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ റുട്ടീനായിട്ട് ഞാനിത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ചെയ്യുന്നൊരു കാര്യമാണെങ്കിലും എൻ്റെ ഒരു ഫീലാണിത്, ഞാനൊരു പുതിയതായി എന്നുള്ളത്. അത്രയും ഫ്രഷ്നെസ്സാണ് നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ.
അപ്പോൾ ഇനി ഞാൻ കയ്യിലും കാലിലൊക്കെ നിറയെ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം എനിക്കിനി അടുത്തൊരു പണിയുണ്ട്, അതിലേക്ക് പോവാം. ഇവിടെ നിലം തുടയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇത്. സ്പ്രേ മോപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഇതിനിങ്ങനെ ഒരു ബോട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ലിക്വിഡും വെള്ളവും നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ആ ബോട്ടിലാക്കിയിട്ട് അത് കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ തുടയ്ക്കുന്ന മോപ്പിൻ്റെ വശം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തുണിയുടെ ഒരു ഷീറ്റ് പോലെയാണ് കേട്ടോ. ഇത് നമുക്ക് തുടച്ച് കഴിയുമ്പോൾ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് വാഷിംഗ് മെഷീനിലിട്ടോ കൈ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴുകാം. എന്നിട്ട് അത് നമ്മൾ ആ ഒരു പാഡ് അതിലോട്ട് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മളത് എത്ര പ്രാവശ്യം ഊരിയെടുത്താലും പിന്നെയും അതിൻ്റെ സ്റ്റിക്കിങ്ങിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അത് നന്നായി തന്നെ സ്റ്റിക്കായിരിക്കും. പിന്നെ അതിൻ്റെ ഹാൻഡിലിൻ്റെ അവിടെയുള്ള ആ ഒരു കാര്യം പ്രസ് ചെയ്യുമ്പോഴാണ് ആ ബോട്ടിലൂടെയുള്ള ആ ലോഷൻ നമ്മുടെ ഫ്ലോറിലോട്ട് വീഴുന്നത്. അപ്പോൾ ആ നനവായ ഭാഗം നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ തുടയ്ക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് തുടച്ചെടുക്കാം. പിന്നെ നമ്മളിപ്പോൾ വെള്ളവും ബക്കറ്റൊക്കെ ആണെങ്കിൽ വെള്ളം താങ്ങണം, ബക്കറ്റ് തുണി അത് പിഴിയണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആഴ്ചയിലൊരു ഡീപ്പ് മോപ്പ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് ഡെയിലി ബേസിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതാണെങ്കിൽ നമുക്ക് ഉപകാരമാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ടിപ്പ് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യും. പിന്നെ അത് വളരെ കനം കുറഞ്ഞതായതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റിയുടെ അടിയിലോ ടേബിളിൻ്റെ അടിയിലൊക്കെ നന്നായി തുടയ്ക്കാനും ഒക്കെ അത് ഉപയോഗമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മോപ്പാണിത്. നമുക്കത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. സ്പ്രേ മോപ്പ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മേടിക്കാം. പിന്നെ ആ ഒരു തുണി ഉണ്ടല്ലോ, ആ ഒരു തുണി നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മളിങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്ന ദിവസം കണ്ണൊക്കെ ഒന്ന് ഇത്തിരി നന്നായി ചുമക്കും. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, ബാക്ക് ടു നോർമൽ. നമ്മളുടെ മേത്തുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ ഞാൻ ഊരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ടു. അപ്പോൾ എൻ്റെ ഒരു പലർക്കും പല കൺസെപ്റ്റാണ്. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഭംഗി എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ കളറുള്ള സ്കിൻ ഉണ്ടാവണം, മുടി ഉണ്ടാവണം, നല്ല ഭംഗിയുള്ള കണ്ണുണ്ടാവണം എന്നൊക്കെ എൻ്റെ മനസ്സിലുള്ളൊരു കൺസെപ്റ്റ് ഭംഗിക്ക് വൃത്തിയാണ് കേട്ടോ. നല്ല വൃത്തിയുള്ളൊരു സ്കിൻ അല്ലെങ്കിൽ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭംഗിയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ കഴിഞ്ഞു. സാധാരണ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഒരു മോയ്സ്ചറൈസർ ക്രീം പറ്റേണ്ടതാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറ്റാറില്ല. അത് ഗുഡാണ്, പറ്റേണ്ടത് തന്നെയാണ്. പക്ഷെ എനിക്കിനി ഇതിൻ്റെ മേലെ വീണ്ടും ഒരു ക്രീം പറ്റിയാൽ വീണ്ടും എൻ്റെ സ്കിന്നിനെ ഞാൻ ബ്ലോക്ക് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ എല്ലാം കളഞ്ഞ് ഫ്രീ ആണ്, എൻ്റെ സ്കിൻ നല്ല ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മേലൊരു മോയ്സ്ചറൈസർ ക്രീം പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറും. ഇനിയുണ്ട് ബാക്കി പണികൾ, ഇനി അതിലേക്ക് പോവാം.
ഉണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഈവനിങ് റുട്ടീൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വൈകിട്ട് ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞു. വേസ്റ്റ് നമ്മൾ കുറച്ച് നേരത്തെ കളഞ്ഞുള്ളൂ, അതുകൊണ്ട് ഇന്ന് കളയുന്നില്ല. സാധാരണ നമ്മൾ ഈ രാത്രിയാകുമ്പോൾ വേസ്റ്റ് കെട്ടി കളയും, നമുക്കിവിടെ താഴെ കൊണ്ടുവന്ന് കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈവനിങ് റുട്ടീൻസ്. ഇനി ഇനി ബ്രഷ് ചെയ്യുക, പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കും, പിന്നെ കിടന്നുറങ്ങും. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.